നമസ്കാരം, നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് മണിത്താറാവ് മപ്പാസ്. അങ്ങനെ നമ്മൾ ഇറച്ചിയെല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് കത്തിക്കാം. നമ്മുടെ ഉരുളി അങ്ങനെ ചൂടായിട്ട് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാവേ. നമ്മുടെ എണ്ണ എങ്ങനെ തിളച്ച് നമുക്കിനി കുറച്ച് കടുകിടാവേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് സവാളയും കൂടി ഇടാം. ഉരുളക്കിഴങ്ങ് ഇടാവേ. നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കഴിച്ചാൽ. നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടത്തിൽ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 പച്ചമുളക് ഇങ്ങനെ കീറിയത് ഇടാവേ. സവാള ഇടാവേ. നമുക്ക് കുറച്ചിന് ഉപ്പ് ഇടാവേ. നല്ല രീതിക്കൊന്ന് വഴറ്റി എടുക്കട്ടെ. നമ്മളങ്ങനെ മസാലയെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം കുറച്ച് ലേശം മുളക് പൊടി ഇടാവേ. അതിനുശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി. നമുക്ക് ഗരം മസാല ഒരു 2-3 ടീസ്പൂണ് ഗരം മസാല വേണം. നമ്മുടെ മപ്പാസിനകത്ത് മെയിനായ മസാല എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഏകദേശം ഇത്ര എടുത്തിട്ടുണ്ട്. നമുക്കത് മൊത്തത്തിൽ ഇടാവേ. ഇനി മൊത്തത്തിൽ ഒന്ന് ഇളക്കട്ടെ. കുറച്ച് ഉപ്പിങ്ങെടുത്ത് നമ്മളങ്ങനെ മസാലയൊക്കെ ഇട്ട് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയിടാം. ഇനി നമുക്ക് നമ്മുടെ മണിത്താറാവിൻ്റെ ഇറച്ചി ഇടാവേ. തീ നല്ല രീതിക്കുണ്ട്. ഭയങ്കര തീ. നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇത് 3-ാം പാലാണ്. 2 തേങ്ങയുടെ തേങ്ങാപ്പാലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടാവേ. നമ്മളങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് സെറ്റായിട്ടുണ്ട്. നമുക്കിനി അടച്ച് വയ്ക്കാവേ. നിലവിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മുടെ ഇറച്ചിയെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിക്ക് തന്നെ തേങ്ങാപ്പാലുണ്ട് ആവശ്യത്തിന്. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അത്യാവശ്യം മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറി അങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ 3-ാം പാലായിരുന്നു ഒഴിച്ചത്. ഇനി നമുക്ക് 2-ാം പാൽ ഒഴിക്കാവേ. ഇളക്കിക്കുക. നമുക്കിനി കുറച്ച് നേരം കൂടെ അടച്ചു വയ്ക്കാവേ. ഇതൊന്ന് കുറുകി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് 1-ാം പാൽ ഒഴിക്കാൻ വേണ്ടി. നല്ല മണമൊക്കെ ഉണ്ട്. നല്ല സെറ്റ് മണമായിട്ടുണ്ട്. നമ്മുടെ കറി അങ്ങനെ കുറുകി നല്ല സെറ്റായിട്ട് നമുക്കിനി ലാസ്റ്റ് സ്റ്റേജിലുള്ള 1-ാം പാൽ ഒഴിക്കാവേ. ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചൂടായാൽ മാത്രമേ. അതിന് ശേഷം നമുക്ക് ഇച്ചിരി കുരുമുളകും കൂടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി കുരുമുളക് ഇടുവാണേ, ചതച്ചത്. ഇളക്കിക്കോ. നമ്മുടെ കറി അങ്ങനെ നല്ല സെറ്റായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ട്. നമുക്കിനി എടുത്ത് മാറ്റി വയ്ക്കാവേ. അങ്ങനെ നമ്മുടെ മണിത്താറാവ് മപ്പാസ് റെഡി ആയിരിക്കണം. നമ്മൾ കൂട്ടത്തിൽ ബ്രെഡാണ് എടുത്തത്. നമുക്കപ്പോൾ കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല കുറുകിയിരിക്കുവാണ്. നല്ല മണം വരുന്നുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മുടെ മണിത്താറാവിൻ്റെ ഇറച്ചി. ഇതിനു മുമ്പ് ഇത് കഴിച്ചിട്ടില്ല. നല്ല സോഫ്റ്റായിട്ടുണ്ട്. കിടില. കഴിച്ചു നോക്കിയോ? ആ മസാലയുടെ കുറുകിയിരിക്കുന്നതൊക്കെ കൂടി നമുക്കൊരു പിടി പിടിക്കാം. എങ്ങോട്ട് താനോ? മസാലയുടെ ഒക്കെ ചേരുവ നല്ല പക്കയായിട്ടുണ്ട്. നമ്മുടെ മീറ്റും അതുപോലെ തന്നെ നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. എങ്ങോട്ട് സാധനം കൊണ്ടോ? അടിപൊളി. നല്ല രീതിക്ക് പാകമായിട്ടുണ്ട്. അടേ ഇറച്ചി കിടിലൻ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് എവിടെയാണെങ്കിലും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.